കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന 28ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്താവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ 15 ദിവസത്തോളം ബീഹാറിൽ ഇന്ത്യ മിഷന്റെ പ്രവർത്തന ബന്ധത്തിലെ പല ജില്ലകളിലും ഗ്രാമപ്രദേശങ്ങളിലും ആയതിനാൽ നെറ്റിന്റെ അസൗകര്യ നിമിത്തം എനിക്ക് ക്ലാസ് റെക്കോർഡ് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെൻ യേശുവേ. ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവും രണ്ടാം വരവും തമ്മിലുള്ളതായ ഒരു പഠനമാണ്. ഒന്ന്, നമ്മുടെ കർത്താവെ അവൻ കുഞ്ഞാടായിട്ട് വന്നു. യോഹന്നാൻ 1:29 വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വിശുദ്ധ യേശു വഴിയായി പോയപ്പോൾ 36ാമത്തെ വാക്യം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ അവൻ രണ്ടാമത് വരുമ്പോൾ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടാണ് വരാൻ പോകുന്നത്. രണ്ടാമതായിട്ട് അവൻ പാപ പരിഹാരകനായി വന്നു. സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരകനായി വന്നു. എന്നാൽ ഇനി നമ്മുടെ കർത്താവ് വരുന്നത് പാപ പരിഹാരം പ്രാപിച്ചവരുമായി അവൻ ഒലിവുമലയിൽ വരും. കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായി വരും. മൂന്നാമത് കർത്താവ് രക്ഷകനായും വീണ്ടെടുപ്പുകാരനുമായി വന്നു. എന്നാൽ ഇനിയും നമ്മുടെ ദൈവം വരുന്നത്, കർത്താവ് വരുന്നത്, അവൻ ന്യായം വിധിപ്പാനായിട്ടാണ് വരുന്നത്. അവൻ ന്യായാധിപനായിട്ടാണ് വരുന്നത്. നാലാമത്തെ ഭാഗ്യം, അവൻ മുൾക്കിരീടധാരിയായി അപമാനിക്കപ്പെട്ടവനായി നിന്ദിക്കപ്പെട്ടവനായി അവൻ ഇവിടെ വന്നു. എന്നാൽ പൊൻകിരീടധാരിയായി അവൻ വരും. അവൻ വരുന്നത് പൊൻകിരീടധാരിയായി വരും. അഞ്ചാമത്തെ ഭാഗം നോക്കുമ്പോൾ ദാസനായി, നിർദ്ധനനായി, സ്വന്തമായി വീടില്ലാതെ ബേത്ലഹേമിലെ ഉൾത്തൊഴുത്തിൽ കിടത്തിയ യേശു. ഇനി നമ്മുടെ കർത്താവ് വരുന്നത് രാജാവായിട്ടാണ് വരുന്നത്. രാജാതിരാജനായി അവൻ വരുന്നത്. ആറാമത്തെ ഭാഗം, കോലിനാൽ അടിയേറ്റു, ചാട്ടവാറുകൊണ്ട് അടിയേറ്റു. അവൻ ഭരിക്കാൻ വരുന്നത് ഇരുമ്പ് കോലിനാൽ അവൻ ഭരിപ്പാൻ വരുന്നു. ഏഴാമത്തെ ഭാഗം നോക്കുമ്പോൾ സൗമ്യനായി കഴുതപ്പുറത്ത് വന്നു. ആ കഴുതയെപ്പറ്റി നോക്കിയാൽ ഒരു ശപിക്കപ്പെട്ട കഴുത. അതാരും വാങ്ങിക്കുകയില്ല. ശാപഗ്രസ്തമായ കഴുതയുടെ പുറത്ത് വന്നു. ഇനിയും വരുന്നത് ജയാളിയായി വെള്ളക്കുതിരമേൽ അവൻ വരും. എട്ടാമത്തെ ഭാഗം,
അവൻ ക്രൂശിൽ മരിപ്പാൻ വന്നു. ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇനി അവന്റെ വരവേ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ ഭരിപ്പാനായിട്ടേ വരും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവരുടെ രഥങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കർത്താവിനെയും ഭരിപ്പാനായിട്ട് വരുന്നത്. 9-ാമത്തെ കാര്യം, നമ്മുടെ കർത്താവിനെ സ്വന്തക്കാർ തള്ളിപ്പറഞ്ഞു, അംഗീകരിച്ചില്ല. അന്നത്തെ പുരോഹിത വൃന്ദം, ശാസ്ത്രിമാര്, പരീശന്മാർ യേശുവിനെ തള്ളി. എന്നാൽ അവനെയും വരാൻ പോകുന്നത് എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. 10-ാമത്തെ ഭാഗം, കർത്താവ് ബേഥലഹേമിൽ വന്നു. ഇനിയും വരുന്നത് അവൻ ഒലിവ് മലയിൽ വരും. 11-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ കാലത്തിന്റെ സമ്പൂർണതയിൽ വന്നു. കാലത്തിന്റെ ഒരു പൂർണ്ണതയിൽ അവൻ വന്നു. ഇനിയും വരാൻ പോകുന്നത് ലോകം പാപത്തിന്റെ സകല മ്ലേച്ഛതയുടെയും കാലം വന്നിരിക്കുന്നു. ഈ കാലയളവിൽ നമ്മുടെ കർത്താവേ വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുമനാഥൻ വരാറായി. കാഹളനാഥൻ കേൾക്കാറായി. നാം ഒരുങ്ങുക. ഭാരതം വലിയൊരു ഉണർവിനായി പ്രാർത്ഥിക്കുക. ഭാരതം യേശുവിനായി ഉണരട്ടെ. നിങ്ങളും ആ പ്രാർത്ഥനയിലെ ഒരംഗമായി തീരുക. ഇത്രത്തോളം സമയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.